കാനാവിലെ കല്യാണ വീട്ടിൽ യേശു നിൽക്കുമ്പോൾ യേശുവിന്റെ അമ്മയായ മറിയം യേശു കർത്താവിനോട് പറയുകയാണ്, മകനെ വീഞ്ഞു തീർന്നുപോയി, നീ അവിടുന്ന് പ്രവർത്തിക്കണം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാണ് പുതിയ നിയമ ഭാഗത്തിൽ ആദ്യമായി ദൈവത്തിന്റെ സമയം ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ടൈം ഉണ്ടെന്ന് ദൈവം തന്നെ നേരിട്ട് പറയുകയാണ്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്, എനിക്ക് പ്രവർത്തിക്കാൻ എനിക്ക് എന്റേതായ ഒരു ടൈം ഉണ്ടെന്ന്. ആ ടൈം വരുമ്പോ എനിക്ക് ആരുടെ സപ്പോർട്ട് വേണ്ട, പച്ചവെള്ളം വീഞ്ഞായിരിക്കും. ആ ടൈം വരുമ്പോൾ നീ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കും. സാഹചര്യങ്ങൾ മാറിയിരിക്കും, അനുഭവങ്ങളിൽ വ്യത്യാസം വന്നിരിക്കും, വഴികൾ തുറന്നിരിക്കും. യേശു പറഞ്ഞില്ലേ, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലെന്ന്. സമയം വന്നപ്പോ എന്ത് സംഭവിച്ചു? നമുക്ക് ആകെ അറിയാവുന്നത് പച്ചവെള്ളം വീഞ്ഞായി എന്നുള്ളതാണ്. വീഞ്ഞുണ്ടാക്കുന്ന പ്രോസസ്സിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് പച്ചവെള്ളം. മുന്തിരിക്കകത്ത് വെള്ളമയം ഉണ്ടെങ്കിൽ തുടയ്ക്കും. പച്ചവെള്ളം ശരിക്കും പറഞ്ഞാൽ വീഞ്ഞിന്റെ പ്രോസസ്സിന്റെ ശത്രുവാ. എന്നാ തമ്പുരാൻ പറഞ്ഞു, ഞാൻ പച്ചവെള്ളത്തെ തന്നെ അങ്ങ് വീഞ്ഞാക്കാൻ പോവാ. ദൈവത്തിന്റെ സമയം വരുമ്പോൾ, ദൈവത്തിന്റെ കൃത്യമായ ടൈം വരുമ്പോൾ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ചിന്തയിലോ അല്ല പിന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യപ്പെടുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ദൈവം നമുക്ക് വേണ്ടി സഞ്ചരിക്കും.